അപ്പോസ്തല പ്രവൃത്തികൾ 16:25. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീയുടെ മേൽ ഉണ്ടായിരുന്ന ഭൂതത്തെ പൗലോസ് പുറത്താക്കി, അവളെ സ്വതന്ത്രയാക്കി. എന്നാൽ അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് പ്രമാണികളുടെ മുൻപിൽ കൊണ്ടുപോയി. അവരെ കോൽ കൊണ്ട് വളരെ അടിപ്പിച്ച ശേഷം കാരാഗൃഹത്തിലാക്കി. കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. യാക്കോബ് 5:13 നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ എന്നെഴുതിയിരിക്കുന്നു. ശരീരത്തിൽ വളരെയേറെ അടികൊണ്ട് കാൽ ആമത്തിൽ കിടക്കുമ്പോൾ അതിലെങ്ങനെ സുഖമനുഭവിക്കുവാനിടയാകും? എന്നാൽ പൗലോസിനും ശീലാസിനും അത് സാധിച്ചു. കാരണം അവരുടെ നോട്ടം ക്രിസ്തുവിൽ ആയിരുന്നു, ആമത്തിൽ ആയിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പീഡനങ്ങളും വരുമ്പോൾ യഥാർത്ഥ വിശ്വാസികൾ അത് എപ്രകാരം നേരിടുന്നു എന്ന് നമുക്കിവിടെ കാണാം. ശപിക്കുന്നതിന് പകരം പ്രാർത്ഥിക്കുന്നു, വിലാപത്തിനു പകരം പാട്ടുപാടുന്നു, നിരാശയ്ക്ക് പകരം ദൈവിക സമാധാനം അനുഭവിക്കുന്നു, പ്രതികാരത്തിന് പകരം അവർക്കുണ്ടായിരുന്നത് സന്തോഷം. ദൈവമാണ് അവരെ അവിടെ എത്തിച്ചതെന്ന് അവർ വിശ്വസിച്ചു. ആ നല്ല ഇടയൻ്റെ പരിപാലനത്തിലാണ് തങ്ങളെന്നും സർവശക്തനായ ദൈവത്തിന് ഒരു നല്ല ഉദ്ദേശം അതിലുണ്ടെന്നും അവർ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ അവർ പ്രാർത്ഥിച്ചു, പാടി. അവരുടെ പാട്ടിലും പ്രാർത്ഥനയിലും വ്യാപരിച്ച ദൈവശക്തി എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുമോ? കാരാഗൃഹമായതുകൊണ്ട് വളരെ ഉച്ചത്തിൽ ഒന്നും ആയിരിക്കില്ല പാടിയത്. മറ്റുള്ള തടവുകാർ കേൾക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും താനേ തുറന്നു, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പൗലോസിനെയും ശീലാസിനെയും തകർക്കാൻ സാത്താൻ ഒരുക്കിയ പദ്ധതി. എന്നാൽ ദൈവം അതിനെ കാരാഗൃഹ പ്രമാണിയും കുടുംബവും ഉൾപ്പെടെ അനേകരുടെ ആത്മരക്ഷയ്ക്ക് മുഖാന്തരമാക്കി തീർത്തു. നമ്മുടെ പാട്ടും പ്രാർത്ഥനയും ഒന്നും വ്യർത്ഥമല്ല. അത് ഉറക്കെയാകട്ടെ, അല്പസ്വരത്തിലാകട്ടെ, നീറുന്ന ഹൃദയത്തിൽ നിന്നാകട്ടെ, നിശബ്ദമായ ഹൃദയത്തിൽ നിന്നുയരുന്ന ദീർഘനിശ്വാസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയും പാട്ടും ഒക്കെയാകട്ടെ, അതിനൊക്കെ പിശാചിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുവാൻ, ചങ്ങലകളെ പൊട്ടിക്കുവാൻ ശക്തിയുള്ളതാണ്. നമുക്ക് ദൈവത്തെ നിത്യം ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ആത്മാവിൻ്റെ നിറവും ശക്തിയും അതിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.